മണിപ്പൂരിൽ 2 വർഷത്തിലേറെയായി തുടർന്ന മെയ്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ സംഘർഷത്തിൽ കുടിയിറക്കപ്പെട്ടവരുടെ മനസ്സ് ഇപ്പോഴും സമ്മിശ്ര വികാരങ്ങളുടെ കേന്ദ്രമാണ്. മോദി വൈകി എത്തിയതിന് അവിടെയുള്ള ജനത ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞങ്ങളുടെ വേദന മനസ്സിലാകില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം കഷ്ടപ്പെട്ടിട്ടില്ല. സന്ദർശനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ കഴിയുമെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളുടെ സുരക്ഷിതമായ മടങ്ങിപ്പോക്ക് ഉറപ്പാക്കണമെന്നും ഞങ്ങൾക്ക് മൊറോയിൽ തന്നെ തുടരണം, ഇവിടെ ജീവിതം ദുഷ്കരമാണെന്നും അവർ പറയുന്നു. കൂറ്റൻ ഹോർഡിങ്ങുകളും സുരക്ഷാ ക്രമീകരണങ്ങളും അവർ സഹിച്ച വേദനയിൽ നിന്ന് അവഗണനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രഹസനമായി മാറുന്നു. 260 പേരുടെ മരണത്തിനും 60,000-ത്തിലധികം പേരെ കുടിയിറക്കിയതിനും കാരണമായ സംഘർഷത്തിന് ഒരു പരിഹാരമായി സംസ്ഥാനത്തിന് ശമനവും അനുരഞ്ജനവും അത്യന്തം ആവശ്യമാണെന്നും താമസക്കാർ പറയുന്നു. 2 യോഗങ്ങളിൽ മോദി എന്താണ് പറയുന്നതെന്ന് അറിയാൻ അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. മോദിയുടെ സന്ദർശനം ഇംഫാലിൽ നിരാശയും ഒപ്പം പ്രതീക്ഷയും ഉണർത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവായ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. അവിടെയുള്ള ജനത വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. കാരണം 2 വർഷം നീണ്ട ക്യാമ്പിലെ ജീവിതം അത്ര ദുഷ്കരമായിരിക്കുന്നു.